തൃശൂർ പൂരം പ്രമാണിച്ച് പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ 6-7 തീയതികളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഈ ഒരു പതിവ് തെറ്റിക്കാതെ ഇപ്പോൾ പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് വീണ്ടും അനുവദിച്ചിരിക്കുകയാണ് റെയിൽവേ. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, റെയിൽവേ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കഴിഞ്ഞ 100 വർഷക്കാലമായി റെയിൽവേ ഇത്തരത്തിൽ പൂങ്കുന്നത്ത് താൽക്കാലികമായി ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. നമുക്കറിയാം, തൃശൂർ പൂരം വലിയൊരു പൂരമാണ്, വലിയൊരു ഇവന്റ് ആണ്. കേരളത്തിന് പുറത്തുനിന്നും അതുപോലെ തന്നെ തൃശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നും ഒക്കെ നിരവധി ആളുകൾ ട്രെയിൻ മാർഗവും റോഡ് മാർഗവും ബസ് മാർഗവും ഒക്കെ ഇത്തരത്തിൽ പൂരത്തിൽ പങ്കെടുക്കാൻ, പൂരത്തിന്റെ ചടങ്ങുകൾ കാണാനും ആസ്വദിക്കാനും ഉൾപ്പെടെ വരുന്നത് പതിവാണ്. ആ ഒരു തിരക്ക് മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് കിടക്കുന്ന പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചത്. അത് പൂര ദിവസമായ 6-ഉം പിറ്റേ ദിവസം പൂര സമാപന ദിവസമായ 7-നുമാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. അതായത് പൂരത്തിന് വരുന്നവർക്ക് ആയി 6-ാം തീയതിയും പൂരം കഴിഞ്ഞ് തിരികെ പോകുന്നവർക്കായി 7-ാം തീയതിയും എന്ന കണക്കിലാണ് റെയിൽവേ ഇക്കുറിയും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, അതുപോലെ തിരുവനന്തപുരം ഷൊർണൂർ വേണാട്, അതുപോലെ തൂത്തുക്കുടി പാലക്കാട് പാലരുവി എന്നീ ട്രെയിനുകൾക്കാണ് ഇരു ദിശകളിലുമായി ഈ 2 ദിവസങ്ങളിലായി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. വൃന്ദ. ശരി അനീഷ്.